സ്വപ്നക്കൂട്. ദേവകിയും മീണയും കൂടി ചുവന്നുള്ളിയും സവാളയും എല്ലാം പൊളിക്കുകയാണ്. മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുമിത്ര. ആ കുടംപുളി കുതിർത്തി വെച്ച് വെള്ളം ഇങ്ങോട്ട് എടുത്തേടി. മുളക് പൊടി മൂപ്പിച്ചത് നന്നായി എണ്ണ തെളിഞ്ഞു വന്നല്ലോ അമ്മേ. അവൾ അമ്മയുടെ അടുത്തേക്ക് പുളിവെള്ളം നീട്ടി വെച്ചു കൊടുത്തു. എങ്ങനെയാണമ്മേ ഈ മീൻകറി വെക്കുന്നത്? ഇതെന്ത് മീനാണ്? ലക്ഷ്മി അവരുടെ അടുത്തേക്ക് വന്നു. ഇത് വറ്റയെന്ന് പറയുന്ന ഒരിനം മീനാണ് മോളെ. ആദ്യം നമ്മൾ മീൻ കഷ്ണം എല്ലാം കഴുകി വാരി വെള്ളമെല്ലാം പോകാനായി ഇങ്ങനെ ഇട്ട് വെക്കണം. എന്നിട്ട് ആവശ്യത്തിന് പിരിയൻ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചെറു ചൂടുവെള്ളത്തിൽ കുഴിച്ചു വെക്കണം. എന്നിട്ട് ദേ മൺചട്ടി എടുത്ത് ചൂടാക്കാൻ അടുപ്പത്ത് വെക്കണം. ഈ നാടൻ വെളിച്ചെണ്ണ മൺചട്ടിയിലേക്ക് ഒഴിക്കണം. അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവയും കടുകും കൂടി ഇടണം. അതെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റണം. അതെല്ലാം കൂടി വഴന്നു കഴിയുമ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പിരിയൻ മുളക് പൊടി കൂടി അതിലേക്കിടണം. അതൊന്ന് നന്നായി വഴറ്റിക്കഴിഞ്ഞ് ഈ കുടംപുളി ഇട്ട് വെച്ച വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് കഴിയുമ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ പെറുക്കി അതിലേക്കിടണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം മീൻ കഷ്ണത്തിന് അടിയിൽ നിൽക്കണം, ഒരിക്കലും കൂടിപ്പോകരുത്. എന്നിട്ടിത് അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് പറ്റിക്കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടും. കുറച്ച് ഉലുവാപ്പൊടി കൂടി മീതി ഇടണം. പിറ്റേ ദിവസം രാവിലെ ഈ മീൻകറി മൂടി വെച്ചിരിക്കുന്ന അടപ്പൊന്ന് തുറക്കുമ്പോൾ എൻ്റെ ഏട്ടത്തി, അത് പറയുമ്പോൾ ഉണ്ണിമോളുടെ വായിൽ വെള്ളം നിറഞ്ഞു. അങ്ങനെ മീൻകറി റെഡിയായി. സുമിത്ര അടുപ്പത്തു നിന്നും വാങ്ങി വെച്ചോണ്ട് പറഞ്ഞു, നാത്തൂനെ, ബീഫ് വെന്ത് കാണും, അത് നാളെ കാലത്തെ ഉലർത്തിയെടുക്കാല്ലേ. മതി മതി, ഇനി ഇത്തിരി മാങ്ങാച്ചാർ ഇടണം, പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കി വെക്കണം. സുമിത്ര ഇളയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു. ബിജിക്കാണെങ്കിൽ ഈ മണമൊന്നും അടിക്കാൻ മേല, ഓക്കാനിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് അവൾ ചായ്പിലേക്ക് പോയി. ദേവകി മാങ്ങ അരിഞ്ഞുകൊണ്ട് സുമിത്രയോട് പറഞ്ഞു, ആ കടിഞ്ഞൂലല്ലേ, അതാ. ഇനി ഇവിടെയും താമസിക്കാതെ ഒരു കുഞ്ഞിക്കാൽ ഓടി നടക്കും. അവർ ചിരിച്ചു. അവിടേക്ക് കയറി വന്ന വൈശാഖനത് കേട്ടു. അവൻ്റെ കണ്ണപ്പോൾ ലക്ഷ്മിയിലായിരുന്നു. അവളാണെങ്കിലോ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിലാണ് നിൽപ്പ്. ആരമ്മ ഓടിയത്? ഒന്നും കേൾക്കാത്ത മട്ടിൽ അവൻ അമ്മയെ നോക്കി. ഓ, അതാ മാലതി ചേച്ചിയുടെ വീട്ടിലെ ചക്കിപ്പൂച്ചയേട്ടാ. ഉണ്ണിമോ പറഞ്ഞപ്പോൾ ലക്ഷ്മി അടക്കി ചിരിച്ചു. നല്ല ഏറ് കൊടുത്തോണം, മീൻകറിയുടെ മണമടിച്ചു വന്നതായിരിക്കും. വൈശാഖൻ ലക്ഷ്മിയെ ഒന്ന് പാളി നോക്കിയിട്ട് സ്വീകരണമുറിയിലേക്ക് പോയി. ടി വിയിൽ ഓരോരോ ചാനലുകൾ മാറി മാറി കാണുകയാണ് വൈശാഖൻ. ഏതോ മ്യൂസിക് ഷോയാണ് ഇപ്പോഴവൻ കാണുന്നത്. ആ മുറിയിലെ ഷെൽഫൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഉണ്ണിമോളും ലക്ഷ്മിയും കൂടി അവിടെ മാകെ വൃത്തിയാക്കുകയാണ്. കുറേ മാഗസിനുകളും ന്യൂസ് പേപ്പറുകളും ഒക്കെ അവിടെ കിടപ്പുണ്ട്. അതെല്ലാം ലക്ഷ്മി എടുത്ത് അടുക്കി പെറുക്കി വെച്ചു. കൈ വയ്യാണ്ടായി ഇരിക്കുന്നതുകൊണ്ട് ഈ വക ജോലികളൊക്കെ മാത്രമേ അവൾക്ക് ചെയ്യാനാവൂ. ഒരു നീല നിറമുള്ള ചുരിദാറാണ് അവളുടെ വേഷം. അതവൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടെന്നും വൈശാഖിന് തോന്നി. മ്യൂസിക് ഷോ ടി വിയിൽ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും വൈശാഖിൻ്റെ കണ്ണുകൾ ലക്ഷ്മിയിലാണ്. തൻ്റെ പെണ്ണാണ്, തൻ്റെ നല്ല പാതി, തൻ്റെ മക്കളെ പെറ്റു വളർത്തേണ്ടവൾ. പക്ഷെ ഇവൾക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. എല്ലാം താൻ വിചാരിച്ചാൽ മാത്രമേ റെഡിയാക്കാൻ പറ്റൂ. ഇടയ്ക്കൊരു തവണ അവളുടെ കണ്ണുകൾ അവനെ തറഞ്ഞു. താൻ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞതും പെട്ടെന്ന് അവൾ ദൃഷ്ടി മാറ്റിയെന്ന് അവന് മനസ്സിലായി. വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല. എന്നാലും തങ്ങൾക്കിടയിൽ ഒരകൽച്ച വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഏട്ടാ, വാ ഊണ് കഴിക്കാം. അച്ഛാ, നാരായണമാമയും കൂട്ടി വായോ. ഉണ്ണിമോൾ ഓരോരുത്തരെയായിട്ട് ഊണ് കഴിക്കാൻ വിളിച്ചു. ശേഖരനും അളിയനും കൂടി നല്ല ചെത്തുകളിലൊക്കെ അടിച്ച് സൊറ പറഞ്ഞിരിക്കുകയാണ്. അച്ഛനും അമ്മാവനും ഉടനെ വരുന്ന ലക്ഷണമില്ല. നമുക്കെല്ലാവർക്കും കൂടി കഴിക്കാം. സുമിത്ര പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് ഊണ് കഴിച്ചെഴുന്നേറ്റു. വൈശാഖൻ മുറിയിലെത്തിയപ്പോൾ ലക്ഷ്മി തൻ്റെ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുവാണ്. തൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവളത് എടുത്തു നോക്കി. ഹലോ ദീപ ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം? അവൾ ഫോൺ കാതിലേക്ക് വെച്ചു. കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം അവൾ ഫോൺ വൈശാഖൻ്റെ നേരെ നീട്ടി. ദേ, രാജീവേട്ടനാ, ഏട്ടനോട് എന്തോ പറയണമെന്ന്. ഹലോ, ആ രാജീവേട്ടാ? ആണോ?
അയ്യോ, ഇപ്പോൾ പറഞ്ഞാൽ കിട്ടുമോയെന്നറിയില്ല. ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അവൻ ഫോൺ തിരികെ ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്തു. തൻ്റെ വീട്ടിൽ പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ അവൾ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. കൂടുതൽ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. തന്നോട് സ്നേഹമുണ്ടെങ്കിൽ, തൻ്റെ വാക്കിന് വില നൽകുന്നവളാണെങ്കിൽ അവൾ പോകില്ലെന്നവൻ ഓർത്തു. ഏതൊക്കെയോ ഫേസ് വാഷും ക്രീമും ഒക്കെ എടുത്ത് അവൾ വാഷ്റൂമിലേക്ക് പോയി. വലത് കൈ വയ്യാത്തതുകൊണ്ട് കുറച്ച് സാവധാനമാണ് അവൾ മുഖം കഴുകിയത്. എന്നും എന്തൊക്കെയോ കുന്ത്രാണ്ടൊക്കെ ഇട്ട് മുഖം കഴുകുന്നത് കാണാം. എന്തായാലും ആള് സുന്ദരിയാണ്, 100%. അതറിയാം അവന്. പെട്ടെന്നാണ് രാജീവൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർത്തത്. അച്ഛാ, നാളെ കുറച്ച് മധുരക്കള്ള് കിട്ടുമോ? രാജീവേട്ടൻ വരും. പുള്ളി ഇപ്പോൾ വിളിച്ച് ചോദിച്ചതാ. നോക്കട്ടെ മോനെ, ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കാം. ലക്ഷ്മി വാഷ്റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വൈശാഖിനെ അവിടെയൊന്നും കണ്ടില്ല. അവൾ കട്ടിലിൻ്റെ ഓരത്ത് കിടന്നു. താൻ എന്തു പറഞ്ഞാലും അംഗീകരിക്കാത്ത ആളാണ് വൈശാഖൻ. എല്ലാവരുടെയും മുമ്പ് വെച്ച് തന്നെ കളിയാക്കുകയായിരുന്നു. ഇന്ന് കാർ ഓടിക്കാൻ അറിയില്ലെന്ന് നുണ പറഞ്ഞതാണ്. താൻ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചില്ല. വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ മുറിയിൽ വന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്നവൾ കണ്ണുകൾ അടച്ചു കിടന്നു. അശോകൻ കാലത്തെ തന്നെ അടുത്തുള്ള ബേക്കറിയിലേക്ക് പോയി. അച്ചപ്പം, ഹൽവ, നെയ്യപ്പം, ജിലേബി, ലഡു, കേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് അയാൾ മേടിച്ചുകൊണ്ട് വന്നത്. ശാരദയും മരുമകളും കൂടി നേരത്തെ എത്തിച്ചേർന്നിരുന്നു. ശ്യാമള അവർക്ക് കോഫി കൊടുക്കുകയാണ്. അപ്പോഴാണ് അശോകൻ വന്നത്. ഇതെന്തിനാ എൻ്റെ അശോക ഇത്രയും സാധനങ്ങൾ? സാധാരണ വയറ് കാണിച്ചടങ്ങിനാ ഇതുപോലെ എല്ലാം കൊണ്ടുവന്നേ. നമ്മളായിട്ട് ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട. അയാൾ ഭാര്യ കൊണ്ടുവന്ന കാപ്പി മേടിച്ച് ഡൈനിങ് ടേബിളിൽ വെച്ചു. വൈശാഖിന് സ്വന്തമായിട്ട് ജോലിയൊന്നും ആയില്ലേ? ശാരദയുടെ മരുമകൾ ബൃന്ദ മുൻകൂട്ടി തയ്യാറാക്കിയ പോലെ ശ്യാമളയെ നോക്കി. വൈശാഖിന് ജോലിക്ക് പോയി കുടുംബം നോക്കേണ്ട കാര്യമില്ല മോളെ. അവർക്ക് ധാരാളം കുടുംബസ്വത്തൊക്കെ ഉള്ളതാണ്. അശോകനാണ് മറുപടി പറഞ്ഞത്. അതിപ്പോൾ രാജീവനും പോകേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഇതിലും സ്വത്തുള്ളവരാണ്. ശാരദ വിട്ടുകൊടുക്കുന്ന പാവത്തിലല്ലായിരുന്നോ? അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഒരു വഴക്കു കൂടണ്ട. അതും പറഞ്ഞുകൊണ്ട് ശ്യാമള കയറിപ്പോയി. നിങ്ങളിരിക്ക്, ഞാനിപ്പോൾ ഡ്രസ്സ് മാറി വരാം. അശോകനും പിറകെ പോയി. എൻ്റെ അശോകേട്ട, ഇവർക്ക് എന്തിൻ്റെ കേടാ ഇത്? മോൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത്? അതൊക്കെ പോട്ടടി, നീ അതൊന്നും കാര്യാക്കണ്ട. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. കാർ പോർച്ചിൽ ഒരു വണ്ടി വന്ന് നോക്കിയപ്പോൾ ദീപയും രാജീവനും അവൻ്റെ അമ്മയും ഒക്കെ ആയിരുന്നു വണ്ടിയിൽ. ശ്യാമള വേഗം തന്നെ അവരെ സ്വീകരിക്കാനായി അവിടേക്ക് ചെന്നു. പിറകെ ഓരോരുത്തരായി വന്നുകൊണ്ടേയിരുന്നു. ആളുകൾ വരാറായി. എല്ലാം കാലായില്ലേ സുമിത്രേ? ശേഖരനിടയ്ക്ക് അടുക്കളയിലേക്ക് വന്നു. ഈ അച്ഛൻ്റെ പരവേശം കണ്ടാൽ തോന്നും ഇവിടെ ഒന്നും റെഡിയായിട്ടില്ലെന്ന്. അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ അയാളുടെ കൈക്ക് പിടിച്ചു. തോരൻ, മെഴുക്കു വരട്ടി, വെള്ളരിക്ക പച്ചടി, ഉള്ളി തീയൽ, അവിയൽ, പുളിശ്ശേരി, മാങ്ങ അച്ചാറ്, ബീഫ് ഫ്രൈ, ചിക്കൻ വരട്ടിയത്, മീൻകറി, പാവയ്ക്ക കൊണ്ടാട്ടം, പപ്പടം, ചള്ളാസ്, ഇത്രയും ഐറ്റംസൊക്കെ ആയിരുന്നു അവിടെ റെഡിയായത്. അച്ഛാ, എന്തിനാ അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്? ലക്ഷ്മി നീലക്കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുകയാണ്. വൈശാഖൻ നോക്കിയപ്പോൾ സീമന്തരേഖയിൽ അവൾ സിന്ദൂരം ചാർത്തി. ലക്ഷ്മി, അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കയ്യിലെ മുറിവെങ്ങനെയുണ്ട്? സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയേണ്ട കാര്യമുണ്ട് താങ്കൾക്ക്? മിടുക്കി കുട്ടികളായ 3 പെങ്ങന്മാരുണ്ട്. മൂത്ത പെങ്ങളാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്. സ്നേഹനിധികളായ അച്ഛനും അമ്മയുമുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അന്വേഷിച്ചറിയണ്ടേ? അതിനിടയ്ക്ക് എൻ്റെ കാര്യത്തിൽ എവിടെയാ താങ്കൾക്ക് സമയം? അതുകൊണ്ട് നിന്റെ അച്ഛൻ വന്നാണല്ലോ നിന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോയത്. അതും പറഞ്ഞ് അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. 11:30 കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എത്തിയത്. 3 ഡോറിൻ്റെ തേക്കിൽ തീർത്ത ഒരു അലമാരയും ഒരു AC-യും ഒരു പുതിയ ലാപ്ടോപ്പും കുറേയേറെ പലഹാരങ്ങളും ഒക്കെ ആയിട്ടാണ് അവരുടെ വരവ്. വൈശാഖിൻ്റെ വീട്ടുകാർ പകച്ചു നിൽക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട്. ഇത്രയൊന്നും അവരാരും പ്രതീക്ഷിച്ചില്ല. ലക്ഷ്മിയാണെങ്കിൽ ഒരു മുഴം പൊങ്ങിയാണ് നിൽക്കുന്നതെന്ന് വൈശാഖനും തോന്നി. ശേഖരനും വൈശാഖനും കൂടി എല്ലാവരെയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തി. അയ്യോ, ഇതെന്തു പറ്റിയതാണ് എൻ്റെ മോളെ നിൻ്റെ കൈക്ക്? ശാരദ ഓടി വന്നിട്ട് ലക്ഷ്മിയുടെ കൈക്ക് പിടിച്ചു. നാളികേരം പൊതിച്ചതാണെന്ന് അവൾ പറഞ്ഞപ്പോൾ
അവർ മൂക്കത്ത് വിരൽ വെച്ചു. ദൈവമേ, ഒരു സ്പൂണ് പോലും കൈകൊണ്ടെടുക്കാതിരുന്ന പെങ്കൊച്ച. ഇതെന്താ മോളെ, ഇവിടെ ആരും ഇല്ല ഇതൊന്നും ചെയ്യാൻ? ഇവിടെ ഇതൊക്കെ ചെയ്യാൻ ഒരാളുടെ കുറവുണ്ട്. ശാരദയപ്പച്ചി ഒരു കൈ നോക്കുന്നോ? രാജീവനത് ചോദിച്ചപ്പോൾ ശാരദ ചൂളിപ്പോയി. അത് കേട്ടപ്പോൾ ആദ്യമായി ദീപയ്ക്ക് രാജീവനോട് ഇഷ്ടം തോന്നി. രാജീവനാണെങ്കിൽ വന്നതേ വൈശാഖൻ്റെ അടുത്ത് ചെന്നു. സാധനമൊക്കെ കൈക്കലാക്കി വെച്ചു. രണ്ടാളും തമ്മിൽ കുശൂഷിക്കുന്നുണ്ടല്ലോ ചേച്ചി? ഇടയ്ക്ക് ലക്ഷ്മി ദീപയോട് ചോദിച്ചു. ദീപ പറഞ്ഞപ്പോഴാണ് രാജീവൻ വന്നതിൻ്റെ ഉദ്ദേശം ലക്ഷ്മി അറിഞ്ഞത്. മോളെ, വൈശാഖനോടെ ഇതൊരു പതിവാക്കണ്ടെന്ന് പറഞ്ഞേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ രാജീവട്ടൻ സ്വൈര്യം കൊടുക്കില്ല. ശ്യാമളയും ദീപയുടെ അമ്മായിയമ്മയും ശേഖരൻ്റെ പച്ചക്കറിത്തോട്ടമൊക്കെ നടന്ന് കാണുകയാണ്. അവർക്ക് ആ വീടും പ്രദേശവുമൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടുവെന്ന് ശ്യാമളയ്ക്ക് മനസ്സിലായി. അമ്മേ, വാ ഫുഡ് കഴിക്കാം. ലക്ഷ്മി അവരുടെ അടുത്തേക്ക് വന്നു. വന്നവർക്കെല്ലാം സുമിത്രയുടെ കറികൾ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വൈശാഖിൻ്റെ കണ്ണുകൾ ഇടയ്ക്കെല്ലാം ലക്ഷ്മിയിലേക്ക് പോകുന്നുണ്ട്. അവൾ വീട്ടിലേക്ക് പോകുമോ എന്നാണ് അവൻ്റെ സംശയം. ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു അരമണിക്കൂർ കൂടി ഇരുന്നതിന് ശേഷം പതിയെ പോകാനായി എണീറ്റു. മോളെ ലക്ഷ്മി, നീ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? നാളെ അവിടുന്ന് കോളേജിൽ പോകാം. 2 ദിവസം കഴിഞ്ഞ് തിരികെ വരികയും ചെയ്യാം. ശ്യാമള മകളോട് ചോദിക്കുന്നത് വൈശാഖൻ പുറത്തുനിന്ന് കേട്ടു. ഓണത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അമ്മേ. ഞാനും ഏട്ടനും കൂടി അന്നേരം വരാം. നാളെ ഞാൻ ഇവിടുന്ന് കോളേജിൽ പോയിക്കോളാം. അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയോ എന്ന് ശ്യാമളെ ഓർത്തു. വൈശാഖൻ അവളെ നോക്കിയെങ്കിലും എല്ലാവരും കൂടി നിന്നതിനാൽ അവൻ അവളെ കാണാൻ കഴിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞതും അവരെല്ലാവരും യാത്ര പറഞ്ഞു പോയി. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആരും കാണാതെ അവൾ തൻ്റെ കണ്ണീർ കൈകൊണ്ട് തുടച്ചു. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം സുമിത്ര എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു. അയൽപ്പക്കത്തുള്ള 8-10 വീട്ടുകാർക്കും കൂടി സുമിത്ര അതെല്ലാം കൂടി ഉണ്ണിമോളുടെയും വീണയുടെയും കയ്യിൽ കൊടുത്തു വിട്ടു. അടുക്കള കാണ ചടങ്ങിന് മേലെടുത്ത് വീട്ടിലെത്തിയവരൊക്കെ പോയപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഓരോ കെട്ട് പലഹാരപ്പൊതി ഉണ്ടായിരുന്നു. ലക്ഷ്മി അടുക്കളയിൽ നിന്നുകൊണ്ട് എന്തോ ചെയ്യുകയാണ്. വീണയും ഉണ്ണിമോളും അയൽവക്കത്തെ വീടുകളിൽ പലഹാരമായിട്ട് പോയിരിക്കുകയാണ്. സുമിത്രയും വിജയും കൂടി മുറ്റത്തിരിക്കുന്നു. വൈശാഖൻ പതിയെ അടുക്കളയിലേക്ക് വന്നു. ലക്ഷ്മിയാണെങ്കിൽ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. ഗുഡ് കേളെന്ന് അവനവളുടെ കാതിൽ മന്ത്രിച്ചു. അലമാരയാണെങ്കിൽ എല്ലാവരും കൂടി എടുത്തുകൊണ്ട് മുറിയിൽ കയറ്റി വെച്ചിരുന്നു. രാത്രി കിടക്കാൻ നേരമാണ് ലക്ഷ്മി അതെല്ലാം നേരെ ചൊവ്വേ കാണുന്നത്. അവൾക്കത് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ഹായ് ലക്ഷ്മിക്കുട്ടി. വൈശാഖൻ വലിയ സന്തോഷത്തിലാണ്. കാരണം അവൾ പോയില്ലല്ലോ, താൻ പറഞ്ഞതനുസരിച്ചല്ലോ. അതായിരുന്നു അവൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. ജയിച്ചെന്ന് കരുതേണ്ട, തോൽക്കാൻ പോകുന്നതേ ഉള്ളൂ, ലക്ഷ്മി അവനെ നോക്കി പറഞ്ഞു. തുടരും.